വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ മഹത്വം, പിതാവേ ആരാധന. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും കൊണ്ട് നിറയ്ക്കട്ടെ എന്നും മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു, അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളുടെ ആകെത്തുകയായി ചില കാര്യങ്ങൾ പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ആത്മാവിന് ഇന്ന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ എത്രയോ പണ്ടായിരുന്നു, ഇപ്പം സന്തോഷമില്ല. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒരുപാട് ആളുകളുടെ, ഒരുപാട് ദൈവമക്കളുടെ ഒരു രോദനമാണിത്. ജോലി നഷ്ടപ്പെട്ടതുകൊണ്ട്, രോഗങ്ങൾ വന്നതുകൊണ്ട്, കുടുംബത്തിലെ തകർച്ചകൾ ഉണ്ടായതുകൊണ്ട് ഒന്ന് കരയാൻ പോലും പറ്റാതെ കഴിയുന്ന ആളുകൾ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ കഴിയുന്ന ആളുകൾ, നിരാശയിൽപ്പെട്ട് കഴിയുന്ന ആളുകൾ, ജീവിതത്തിൽ ഇനി എന്തെന്ന ചോദ്യം മാത്രം ബാക്കി ഇങ്ങനെ കുടുംബത്തോടെ ഇരുന്ന് ആലോചിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ എത്തി നിൽക്കുന്ന ചില കൺക്ലൂഷനുണ്ട്. അവർ പറയുന്ന, ചിലരെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: പഴയ കാലങ്ങളിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ ചില പാപങ്ങൾ അതിപ്പോൾ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛാ. വാസ്തവത്തിൽ ഇതൊരു തെറ്റായ ധാരണയാണ്. ഈ ധാരണയിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്കൊരു സന്തോഷവും സമാധാനം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. വചനം പറയുന്നത് പോലെ, എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷമെന്തെന്ന് ഞാൻ മറന്നു, അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. വിലപിച്ച് ജീവിതം തീർക്കുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും, അതിൽ നല്ലൊരു ശതമാനം ആളുകളും കുറ്റബോധത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിൽ പൈശാചിക ശക്തി ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആക്രമിക്കുന്നത് കുറ്റബോധം നൽകിയാണ്. ദൈവം നമുക്ക് നൽകുന്നത് പശ്ചാത്താപമാണെങ്കിൽ പൈശാചിക ശക്തി നമുക്ക് നൽകുന്നത് കുറ്റബോധമാണ്. ഇത് തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. പഴയ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ കാര്യമെടുത്ത് നമ്മളെ ദൈവം ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമോ? ഏതെങ്കിലും വ്യക്തിക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ? പഴയ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയും സന്തോഷിക്കില്ല, ഒരു വ്യക്തിയും സമാധാനമായിട്ട് ജീവിക്കില്ല. കർത്താവായ ദൈവം കുമ്പസാരമെന്നൊരു കൂദാശ സ്ഥാപിച്ചത് തന്നെ കുറ്റബോധത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൃപയും നിറഞ്ഞ ഒരു ജീവിതം നൽകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് ഇത് ലഭിക്കരുതെന്ന് ദുഷ്ടശക്തിക്ക്, പൈശാചിക ശക്തിക്ക് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ പൈശാചിക ശക്തി എപ്പോഴും കുറ്റബോധത്തിലേക്ക് ഒരു മനുഷ്യനെ തള്ളിയിടുന്നത്. നമ്മൾ ചിന്തിക്കുക, കർത്താവിൻ്റെ വചനം ഹെബ്രായർ അതിൻ്റെ 10, 17, 18 തിരുവചനങ്ങൾ. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിപ്പിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മൾ കുമ്പസാരിച്ച പാപങ്ങൾ, നമ്മൾ പശ്ചാത്തപിച്ച പാപങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ ഒരു കാരണവശാലും ഓർമ്മിക്കില്ലെന്ന് പറയണത്. ഒരു കാരണവശാലും ഞാൻ ഓർമ്മിക്കുകയില്ലെന്ന് ദൈവം പറയുമ്പോൾ പൈശാചിക ശക്തി പഴയ കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ എടുത്തു കൊണ്ടിട്ട് ഒരു ഭീഷണിയായിട്ട് ഒരു തെറ്റായ ധാരണ ഇങ്ങോട്ട് തരികയാണ്. ഇത് ചെയ്തതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നു. ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ ഇടയ്ക്ക് കണ്ട ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ഡ്രൈവറായിരുന്നു അദ്ദേഹം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലഹരിയിൽ ഒരു ഓട്ടോറിക്ഷയായിട്ട് ഇടിച്ച സമയത്ത് ആ വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ അത് ആ സ്പോട്ടിൽ മരിച്ചുപോയി. ഇദ്ദേഹത്തിന് ഇതൊരു വലിയൊരു തകർച്ചയായി. അദ്ദേഹം ചെയ്ത തെറ്റിന് നമുക്കൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ച്
മറ്റുള്ള ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു ചെറിയ തിന്മയല്ല, അത് വലിയൊരു തിന്മയാണ്. അന്നേരം അദ്ദേഹത്തിന് പൈശാചിക ശക്തിയുടെ ഒരു പ്രേരണ കിട്ടി കാണണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇത് അത് കഴിഞ്ഞ് കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണത്. അത് തീർന്നിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയും, ഒന്ന് റോഡ് മുറിച്ച് കടക്കാൻ പോലും ഇദ്ദേഹത്തിന് പേടിയാണ്. എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിക്കുമോ, ജീവിതത്തിൽ എന്നും പേടിയുടെ മനുഷ്യൻ. ഇതാ പൈശാചിക ശക്തി പണ്ട് നടന്ന ആ ഒരു സംഭവം അദ്ദേഹം ചെയ്തത് തെറ്റാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം കുമ്പസാരിച്ചു, മാനസാന്തരപ്പെട്ടു, പശ്ചാത്തപിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പോലും ഇന്ന് റോഡ് കുറുകെ കടക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കുറ്റബോധം സമ്മതിക്കുന്നില്ല. ചിന്തിക്കുക, ദൈവമാണ് പറഞ്ഞത്, നിന്റെ വലതുവശത്ത് 10,000 വീണേക്കാം, ഇടതുവശത്ത്, എന്നാൽ നിനക്കൊന്നും സംഭവിക്കില്ല. കർത്താവിൻ്റെ വചനം പറയുന്നു. പക്ഷേ ഒരു വണ്ടി വരുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പേടിയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നല്ലോ, നിന്റെ പാദം കല്ലിന്മേ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. കർത്താവ് എപ്പോഴും സംരക്ഷിക്കുന്ന ദൈവം. ഇദ്ദേഹം ഇതെല്ലാം മറന്നു. പൈശാചിക ശക്തി വചനത്തിൻ്റെ മുമ്പിലുള്ള ആ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ വാതിൽ ഇദ്ദേഹത്തിന് മുമ്പിൽ അടച്ചിട്ടു. ഇദ്ദേഹം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ തയ്യാറല്ല. ഇന്ന് നമ്മൾ ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വലിയൊരു സത്യം ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവർ. മനുഷ്യർ തങ്ങളുടെ പാപത്തിൽ വീണ് അതിൽ നിന്ന് കരകയറാതെ ആ പാപത്തിൽ തന്നെ സ്ഥിരമായി ജീവിക്കുന്നു. പൈശാചികമായ ഒരു അടിമത്തമാണിത്. ഈ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തി പുറത്തു കടന്നില്ലെങ്കിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും അതേ അവസ്ഥയിൽ വിലപിച്ച് ദുഃഖം ചെയ്ത് ദുഃഖത്തിൽ അങ്ങനെ നിരാശയിലേക്ക് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ ഓർക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം തിരുവചനം, അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏതു വ്യക്തിയും മനസ്സിലാക്കണം, മനഃപൂർവ്വം ദൈവം ഒരാളെയും പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുകയില്ല. കർത്താവിൻ്റെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ പൈശാചിക ശക്തിയിൽ നീ പുറത്തു കടക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നീ കൂട്ടുപിടിക്കുക. എവിടെ ഇരുന്ന് നീ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നീ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾക്ക് ഏറ്റവും വലിയ പരിഹാര ബലി കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞു. ആ പരിഹാര ബലിയുടെ യോഗ്യത സ്വീകരിച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് നീ പുറത്തു കടക്കണം. ആ വേദനയിൽ നിന്ന് നീ പുറത്തു കിടക്കണം. ചില ആളുകൾ അവരുടെ പഴയ കാലങ്ങളിൽ ഈ ഭ്രൂണഹത്യയെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ആളുകളുണ്ട്. അതിൻ്റെ പാപത്തിൻ്റെ ഗൗരവം, ഇത് ചെയ്യുന്നത് ഒരു കൊലപാതകത്തിന് തുല്യമാണ്, അങ്ങനെ ഒരു വലിയ ഗൗരവമൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ പാപം ചെയ്യും. ഇവർ ഭ്രൂണഹത്യ ചെയ്യും. കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഒരിടയ്ക്ക് കണ്ടുപിട്ടിയ ദമ്പതിമാർ പറഞ്ഞിങ്ങനെയാണ്, 2 പ്രാവശ്യം അവർ ഭ്രൂണഹത്യ ചെയ്തു. അതിപ്പോൾ അന്നേരം അവർക്ക് അതിനെക്കുറിച്ച് വലിയൊരു ആശയമൊന്നും അറിയത്തില്ല. ഇതെന്താണ്, ഇതിന് ഇത്രയും വലിയൊരു ഗൗരവമെന്ന്. വിശ്വാസമുണ്ട്, എന്നാൽ പോലും ഇത്ര ആഴമായിട്ട് അവർ ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഇവരൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നില്ല. കുഞ്ഞിനെ ലഭിക്കാത്തത് കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് ഒരു പൈശാചിക ശക്തി വന്ന് കൂടി പറഞ്ഞു കൊടുക്കുകയാണ്, 2 പ്രാവശ്യം നിങ്ങൾ ഭ്രൂണഹത്യ ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. നോക്കുക, ഒരു പ്രത്യേക സാഹചര്യം പൈശാചിക ശക്തി നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. ഇതാ പഴയ കാലങ്ങളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിച്ചു തരുന്നു. അതിൻ്റെ കുറ്റബോധം മനസ്സിലേക്ക് കൈപ്പേറിയ ആ ഒരു വിഷമം, ആ ദുഃഖം നിറച്ച് നൽകുന്നു. എന്നിട്ട് ഇവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിരാശയിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൈശാചിക ശക്തിയാണ് നമ്മുടെ മുമ്പിൽ കുറ്റബോധം കൊണ്ടുവന്നതെന്ന് ഭീഷണിയായി നിലകൊള്ളുന്നത്. ഈ ഭീഷണിയിൽ നിന്ന് നീ പുറത്തു കടക്കണം. ഈ ദുഃഖത്തിൽ നിന്നും നിരാശയിൽ നിന്നും നിന്നെ കൈപിടിച്ചുയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചെങ്കിൽ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നത് കുറ്റബോധത്തിൽ നിന്ന് നിന്നെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ കുറ്റബോധത്തിൽ നീ എത്രത്തോളം കഴിയുന്നോ അത്രത്തോളം അന്ധകാര ശക്തിയുടെ പ്രലോഭനത്തിലും അന്ധകാര ശക്തിയുടെ ബുദ്ധിയിലുമായിരിക്കും നീ നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരാതെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് കുറ്റബോധം നിൻ്റെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഈ സമയം വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ നിന്നിലേക്ക് കടന്നു വരട്ടെ. പാപത്തിൻ്റെ ചങ്ങലകൾ ഇപ്പോൾ അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങളും തകർന്നു പോകട്ടെ. കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കിടക്കേണ്ട സമയമാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരി. നമ്മൾ ചിന്തിച്ച് നോക്കുക, യൂദാസ് എന്ന് പറയുന്ന വ്യക്തിയിൽ നോക്കി വചനം പറയുന്നു, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസിൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു. നോക്കുക, പ്രവേശിച്ചു. ഇനി അവനെ എവിടം വരെ യൂദാസിനെ കൊണ്ടുചെന്ന് എത്തിച്ചു പ്രിയപ്പെട്ടവരെ? ഈ ഇവൻ പോയിട്ട് ഈശോനെ ഒറ്റിക്കൊടുത്തല്ലോ. ഈശോയെ ഒറ്റിക്കൊടുത്ത് ചില്ലറ കാശ് മേടിച്ചിട്ട് അവിടുന്ന് അവനെ പിശാച് കൈവിട്ടു. പിശാച് കൈവിട്ടപ്പോൾ ഇതാ ആ കുറ്റബോധം ഇവൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയാൻ തുടങ്ങി. ഇവന് പശ്ചാത്താപമല്ല, കുറ്റബോധമാണ്. ഞാൻ ചെയ്തല്ലോ. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാമെന്ന് ഇവന് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ അന്ധകാരത്തിലായി. കുറ്റബോധത്തിൽ കഴിയുന്ന വ്യക്തിയുടെ ഉള്ളിൽ അന്ധകാരം വന്ന് നിറയും. പ്രത്യേകം മനസ്സിലാക്കുക, കുറ്റബോധത്തിൽ കഴിയുന്ന വ്യക്തികളുടെ അന്ധകാരം മാറാതെ അവനതിൽ നിന്ന് മാറാൻ പറ്റില്ല, അവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. ഈ യൂദാസിൻ്റെ ഉള്ളിൽ
ഇതാ വെറും അന്ധകാരമാണ്, അവനൊന്നും കാണാൻ പറ്റുന്നില്ല. അവനാകെ കാണാൻ പറ്റുന്നത് ഒരു കഴുമരം. ഇതാ അവിടെ കയറ്, അവിടെ പോയി കെട്ടി തൂങ്ങിച്ചാകുക. അവൻ പോയിട്ട് അവിടെ പോയി കെട്ടി തൂങ്ങിച്ചത്തു. എന്നാൽ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, മറുവശത്ത് വേറൊരു വ്യക്തിയും ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ പത്രോസ്ലീഹ. ഈശോയെ 3 പ്രാവശ്യം അവൻ തള്ളിക്കളഞ്ഞു. 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. എവിടെ? ഈശോയുടെ മുമ്പിൽ നേർക്ക്. അങ്ങനെ തള്ളി പറഞ്ഞിട്ട് വചനം പറയുന്നു, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സ് കർത്താവിന് കൊടുത്തു. മനസ്സിലെ വിഷമങ്ങളെല്ലാം പുറത്തെടുത്ത് ഈശോയുടെ മുന്നിൽ കൊടുത്തു. എന്നിട്ട് കുറ്റബോധത്തിലല്ല അവൻ കഴിഞ്ഞത്, പശ്ചാത്താപത്തിൽ അവൻ വീണ്ടും നടന്നു, ഈശോയുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ അന്ധകാരം മാറ്റിക്കളയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുറ്റബോധം നിറഞ്ഞ് പൈശാചിക ശക്തി യൂദാസിൽ വന്ന് നിറഞ്ഞപ്പോൾ അവൻ മനസ്സടച്ച് കുറ്റബോധം നിറച്ച് കഴുമരത്തിലേക്ക് പോയെങ്കിൽ, പത്രോസ്ലീഹ എന്ന് പറയുന്ന മനുഷ്യൻ മനസ്സ് തുറന്ന് വേദനയും നിസ്സഹായാവസ്ഥയും കർത്താവിന് സമർപ്പിച്ച് കുരിശുമരത്തിങ്കിലേക്ക് പോയി. അവിടെയാണ് അവൻ വിജയിച്ചത്. കുരിശുമരത്തിങ്കിലേക്ക് നീയും ഞാനും കടന്നു വരുമ്പോൾ എൻ്റെ ഉള്ളിലെ അന്ധകാരം നീങ്ങിപ്പോവും. എൻ്റെ ജീവിതത്തിലെ ഈ കുറ്റബോധം മാറണമെന്നുണ്ടെങ്കിൽ എല്ലാ പാപങ്ങളും ഏറ്റെടുത്തത്, ഞാൻ ചെയ്ത ഈ തിന്മയുണ്ടല്ലോ, ഇതിൽ നിന്ന് മോചനം നേടാൻ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ ഞാൻ കാണണം എന്ന് പറഞ്ഞാൽ, കുറ്റബോധത്തിൽ നീ കഴിയുകയാണെങ്കിൽ നീ ചെയ്യേണ്ടത് പോയി കുമ്പസാരിക്കുക. കുമ്പസാരിച്ച് പാപങ്ങൾ ഏറ്റുപറയുക. പത്രോസ് മനസ്സ് തുറന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്യുക? കുരിശിലേക്ക് പോവുക. എൻ്റെ ഈ പാപത്തിൻ്റെ ഭാരം കർത്താവിൻ്റെ കൈകളിലാണ്, അത് ഞാൻ കാണണം. കുരിശ് കാണാതെ എനിക്ക് കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുരിശ് കാണാൻ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇതാ കർത്താവ് ഇതാ കുരിശിൽ കടന്ന് പടഞ്ഞ് മരിച്ച് ആ തിരുശരീരവും തിരുരക്തവും നിനക്ക് നൽകുന്നു. കുറ്റബോധം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, കുറ്റബോധം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇതാ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നീ സ്വീകരിക്കുമ്പോൾ മനസ്സിൽ നിന്ന് കുറ്റബോധം എന്നേക്കുമായി മാറിപ്പോയി അതിൻ്റെ പുകപടലങ്ങളിൽ നിന്ന് നീ പുറത്തു കടന്ന് കർത്താവ് നൽകുന്ന രക്ഷ, കുരിശിൻ്റെ രക്ഷ നിനക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എത്ര ഗൗരവമുള്ള പാപം ചെയ്ത വ്യക്തിയാണ് നീയെങ്കിലും നിനക്ക് കർത്താവ് ഇതാ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നു. നിന്റെ കുടുംബം നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16 വലിയ അർത്ഥമുണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി. നീ കുറ്റബോധത്തിൽ കിടന്ന് നശിക്കരുത്. നീ ആ കലറുകൾക്ക് പുറത്തു കടന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ പോയി നീ കാണുക, മനസ്സ് തുറക്കുക. യൂദാസ് ആകാനല്ല, പത്രോസിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനാണ് കർത്താവായ ദൈവം നിന്നെ ഇന്ന് വിളിക്കുന്നത്. പാപത്തെ നീ ഉള്ളിൽ സ്വീകരിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ ശമ്പളവും നീ സ്വീകരിക്കണം. കുറ്റബോധം തുടർന്ന് ജീവിച്ചാൽ അതിൻ്റെ ശമ്പളമുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. കുറ്റബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. കുറ്റബോധത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നിരാശയിൽപ്പെട്ട് ഒരു ഡിപ്രഷനായി മാറുന്നത്. കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കിടക്കുക. ഇന്ന് എത്രത്തോളം ആളുകൾ ഡിപ്രഷനിൽ കഴിയുന്നുണ്ടെന്നറിയോ? ഒരുപാട് ആളുകൾ അങ്ങ് ഡിപ്രഷനിലേക്ക് പോവുകയാണ് അവർ. എന്നിട്ട് ഇവർ പഴയ കാലത്തെ കാര്യങ്ങൾ ഇങ്ങനെ പെറുക്കി കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്താ പറഞ്ഞത്? ഞാൻ ഒരിക്കലും നിന്റെ പാവങ്ങൾ ഓർക്കുകയില്ല എന്നാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത്. ഹാലലൂയ, യേശുവേ നന്ദി, ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരു വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ധൂർത്തപുത്രൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടില്ല. അയാൾക്ക് വേണമെങ്കിൽ ഒരു കയറിൽ പോയി കെട്ടി തൂങ്ങി ചാകാമായിരുന്നു. കാരണം ഇദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വചനം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ അപ്പനെ ഓടി വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. അത് ആദ്യമായിട്ട് കെട്ടിപ്പിടിച്ചതല്ല. ജീവിതത്തിൽ 10-18 വയസ്സ് വരെ 20 വയസ്സ് വരെ എന്നും സ്നേഹം നൽകി കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ച് വളർത്തിക്കൊണ്ട് വലുതാക്കിയ ഒരു മകൻ അവൻ അപ്പൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ആ അപ്പനെ എങ്ങനെ ഫേസ് ചെയ്യും? എന്നിട്ട് പോയി ജീവിച്ചത് എവിടെയാ? തോന്നിവാസം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ പന്നിക്കൂട്ടിൽ കിടന്ന മനുഷ്യൻ, അവൻ അവിടെ കിടന്നിട്ട് കുറ്റബോധം കൊണ്ട് കെട്ടിത്തൂങ്ങി ചത്തില്ലെന്ന് നീ മനസ്സിലാക്കണം. ധൂർത്തപുത്രൻ കെട്ടിത്തൂങ്ങി ചത്തിട്ടില്ല, അവൻ തിരിച്ചു വന്നു. അവൻ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടന്നു. ഇതാ പുറത്തു കടന്നപ്പോൾ സ്വർഗീയ സന്തോഷം അവനുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുറ്റബോധത്തിൽ നിന്ന് നീ പുറത്തു കടക്കുക. ധൂർത്തപുത്രൻ കെട്ടിത്തൂങ്ങി ചത്തിട്ടില്ലെന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്ത് വലിയൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക. ധൂർത്തപുത്രൻ സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് വേറെ എവിടെയും പോകാനില്ല. പാപം ചെയ്ത വ്യക്തി കൂട്ടുകാരുടെ അടുത്ത് പോയതുകൊണ്ടോ, ബാർ ഹോട്ടലിൽ പോയതുകൊണ്ടോ, മയക്കുമരുന്ന് അടിമപ്പെട്ടതുകൊണ്ടോ, സ്ത്രീകളെ അന്വേഷിച്ച് പോയതുകൊണ്ടോ, പുരുഷനെ അന്വേഷിച്ച് പോയതുകൊണ്ടോ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബന്ധങ്ങൾ അന്വേഷിച്ച് പോയതുകൊണ്ടൊന്നും കാര്യമില്ല. കുറ്റബോധത്തിൽ നിന്നും പുറത്തു കടക്കാൻ കർത്താവിനെ കാണണം. കുറ്റം ഏറ്റെടുത്ത ദൈവത്തെ ഞാൻ കുരിശിൽ കണ്ടാലേ എൻ്റെ ഉള്ളിലെ കുറ്റബോധം മാറിപ്പോവുകയുള്ളൂ. കാരണം എൻ്റെ കുറ്റം അവൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണല്ലോ യെശയ്യാ പ്രവാചകൻ 53 പറയുന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു.
എൻ്റെ കുറ്റങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. എൻ്റെ കുറ്റം ഇനി എൻ്റെതല്ല, അവൻ ദൈവം ഏറ്റെടുത്തെങ്കിൽ ദൈവം എന്നെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്നു. ദൈവം എന്നെ സ്നേഹത്തോടെ അനുഗ്രഹത്തിന് വേണ്ടി തിരിച്ചു വിളിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, എല്ലാ തിന്മകളുടെയും എല്ലാ കുറ്റങ്ങളുടെയും ഉത്തരവാദിത്വം നിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്നത് ദൈവം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ ഇന്ന് സമാധാനം നഷ്ടപ്പെട്ട് ഒരു പ്രതീക്ഷയില്ലാതെ കഴിയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്, കുറ്റബോധം കൊണ്ടാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, പാപിനിയായ സ്ത്രീ. ഈ സ്ത്രീയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എത്ര ആളുകളുടെ സമാധാനം അവൾ നശിപ്പിച്ചിട്ടുണ്ടാവും, എത്ര കുടുംബങ്ങളുടെ സമാധാനം അവൾ നശിപ്പിച്ചിട്ടുണ്ടാവും. പാപം ചെയ്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഒരു പങ്കാളിത്തം അതിലുണ്ട്. എന്നാൽ പോലും ഇവൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കൊണ്ട് ചില കുടുംബങ്ങൾ അകന്നു പോയിട്ടില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ ദിവസവും വഴക്കുണ്ടായിട്ടില്ലേ? ഇവളുടെ അടുത്ത് പോകുന്ന കാര്യം ചിലരെങ്കിലും അറിഞ്ഞു കാണുകയല്ലേ? എന്തായെങ്കിലും കുറേ കുടുംബങ്ങളുടെ സമാധാനം ഇവളുടെ ജീവിതത്തിൽ ഇവൾ മൂലം നശിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, ഈ പാപത്തിൽ മുഴുകിയെ ജീവിച്ച സ്ത്രീയെ യഹൂദന്മാർ പിടിച്ച് കല്ലെറിഞ്ഞു കൊല്ലാൻ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. യേശു അവളെ രക്ഷിച്ചു. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കുടുംബങ്ങളുടെ സമാധാനം നശിപ്പിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവ് അവളെ തിരിച്ചയക്കുമ്പോൾ പറയുന്നൊരു വചനമുണ്ട്. എന്താണെന്നറിയോ? കർത്താവ് പറയുകയാണ്, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. അവിടെ ഒരു വലിയൊരു ദൈവിക രഹസ്യമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താണെന്നറിയോ? മറ്റു കുടുംബങ്ങളുടെ സമാധാനം നശിപ്പിച്ചവളെ നോക്കി കർത്താവ് പറയുകയാണ്, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇവൾക്ക് സമാധാനം മേടിച്ചുകൊണ്ട് പോകാൻ എന്ത് അർഹതയുള്ളത് പ്രിയപ്പെട്ടവരെ? ഇവൾക്ക് യേശുവിൻ്റെ കയ്യിൽ നിന്ന് സമാധാനം മേടിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? മറ്റുള്ള വ്യക്തികളുടെ സമാധാനം നശിപ്പിച്ചു, മറ്റുള്ള കുടുംബങ്ങളെ തകർത്തു, മറ്റുള്ളവരുടെ ജീവിതം തകർത്തു. ഇവൾക്ക് സമാധാനം സ്വീകരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കും. പാപങ്ങൾ ചെയ്തു കൂട്ടി നീ വിചാരിക്കും എന്ത് യോഗ്യത എനിക്കുള്ളത്? അല്ല, കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊരു യോഗ്യതയുണ്ട്. ഏത് പാപം ചെയ്ത വ്യക്തിയെയും, ഏത് ദുഷ്ടതരം കാണിച്ച വ്യക്തിയെയും കർത്താവ് നോക്കുന്നത് മകനായിട്ടാണ്, മകളായിട്ടാണ്. നിനക്കൊരു യോഗ്യതയുണ്ട്. സമാധാനം നഷ്ടപ്പെടുത്തിയവളെ കർത്താവ് സമാധാനം നൽകി തിരിച്ചയച്ചെങ്കിൽ നിന്റെ പാപത്തിൻ്റെ ആ ഒരു ഫലം അനുഭവിച്ച വ്യക്തികളുടെ മുമ്പിൽ നിന്നെ ദൈവം ഉയർത്തും. അവരുടെ മുമ്പിൽ നീ പശ്ചാത്തപിക്കും, അവരുടെ മുമ്പിൽ നീ സ്നേഹം കൊടുക്കും, അവരുടെ മുമ്പിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് അഭിഷേകത്തിലേക്ക് കടന്നു വരിക, പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വരിക, ഈശോയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ഒരിക്കൽ പോലും സമാധാനം കളയുന്ന തിന്മകളിൽ മുഴുകി ജീവിക്കാതെ അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. കുറ്റബോധത്തിൻ്റെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അന്ധകാരത്തിൻ്റെ ജീവിതമാണ്. അതിൽ നിന്ന് നാം പുറത്ത് കിടക്കാതെ ജീവിതത്തിൽ അഭിഷേകം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മരണസമയത്ത് രണ്ട് കള്ളന്മാരെ കാണുന്നു. ഒന്ന് വലതുവശത്തും ഒന്ന് ഇടതുവശത്തും. ഇടതുവശത്തുള്ള കള്ളനെ കുറിച്ച് നമ്മളൊരു അല്പനേരം കഴിഞ്ഞ് ചിന്തിക്കുക. വലതുവശത്തുള്ളൊരു കള്ളൻ പറയണത് നോക്കുക. ലൂക്ക 24:39. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ഇത് ഇടതുവശത്തുള്ള ആൾ. ഇനി നോക്കുക, പ്രിയപ്പെട്ട കുരിശിൽ മരണത്തിന് മുമ്പും ഈ മനുഷ്യൻ കാണിക്കുന്നത് എന്താണ്? ദുഷിച്ച് സംസാരിക്കുക. വലതുവശത്തെ കള്ളനെ കുറിച്ച് നോക്കുക. വലതുവശത്തെ കള്ളൻ പറയുന്നത് ലൂക്ക 24:40-41. അപരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും പറഞ്ഞതിന് ശേഷം എന്താ ചെയ്യുന്നറിയാവോ? ആ കള്ളൻ ഈശോയെ പ്രതീക്ഷയോടെ നോക്കി. അവിടെയാണ് അതിൻ്റെ മാറ്റം. ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ മനുഷ്യൻ പറയുകയാണ്, ഇതിനെനിക്ക് അർഹതയുണ്ട്. ഈ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കുറ്റബോധത്തിൽ കിടന്ന് നീറുകയല്ല, അദ്ദേഹം അവിടുന്ന് പുറത്തു കടന്നു. എന്നിട്ട് അദ്ദേഹം യേശുവിനെ നോക്കിയിട്ട് വചനം പറയുകയാണ്, യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. പ്രിയപ്പെട്ടവരെ, ജീവിതം മുഴുവൻ പിടിച്ചുപറിയും കള്ളത്തരവും മോഷണവുമായി നടന്ന ഇവന് ദൈവരാജ്യത്തെക്കുറിച്ച് ആരാ പഠിപ്പിച്ചത്? ചിന്തിച്ച് നോക്കേണ്ട കാര്യമല്ലേ? ജീവിതം മുഴുവൻ തോന്നിവാസവും മോഷണവും പിടിച്ചുപറിയും എല്ലാം കാണിച്ചു നടന്ന ഇവരെ ആരാ ദൈവശാസ്ത്രം പഠിപ്പിച്ചത്? ദൈവരാജ്യത്തെക്കുറിച്ച് ആരാണ് ഇവനെ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ നിന്റെ രാജ്യം, ഈ വാക്യം ഇവന് എവിടുന്നാണ് കിട്ടിയത്? പ്രിയപ്പെട്ടവരെ, കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടന്ന് കുറ്റമേറ്റെടുത്ത ദൈവത്തെ അവൻ കണ്ടു. അതാണ് അതിൻ്റെ മാറ്റം. കുറ്റബോധം, പാപത്തിൻ്റെ ആ ഒരു ചെളിക്കുഴിയിൽ കടന്ന അവൻ അവിടെ നിന്ന് തൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത യേശുവിനെ കുരിശിൽ കണ്ടു. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാനും നിങ്ങളും കുറ്റബോധത്തിൽ കഴിയാതെ അവിടെ നിന്ന് ഈശോയെ നോക്കണം. എൻ്റെ കുറ്റമേറ്റെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നോക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ശക്തി കിട്ടും. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവ് ഇവന് ജ്ഞാനം കൊടുത്തു. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇവന് ദൈവരാജ്യത്തെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നിന്റെ രാജ്യം, അതൊന്നും യേശു ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, ഇതൊന്നും ഒരു ഐഡിയയും കിട്ടിയല്ല. പരിശുദ്ധാത്മാവായ ദൈവം ജ്ഞാനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിച്ചോ? കുറ്റബോധമുള്ള വ്യക്തികൾ ദാഹിച്ച് പ്രാർത്ഥിച്ചോ? ജ്ഞാനം കിട്ടും നിങ്ങൾക്ക്.
ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടി നിങ്ങൾക്ക്. ദൈവിക ജ്ഞാനം കിട്ടിയാൽ വലിയ അഭിഷേകമായി മാറും, വലിയ സന്തോഷമായി മാറും, വലിയ കൃപകളായിട്ട് മാറും. ഒരുപാട് മക്കളുടെ നിന്ന് ഒരുപാട് കുറ്റബോധത്തിൽ കഴിയുന്നവരെല്ലാവരും അതിൽ നിന്ന് പുറത്തു കിടക്കണം. ചില ആളുകളൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കാം, കുറേ പൈസ സമ്പാദിച്ചു, കുറേ തിന്മകൾ ചെയ്തു, അതെല്ലാം ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നു. ഇന്ന് ബ്ലഡ് ക്യാൻസറായി. പ്രിയപ്പെട്ടവരെ, ഈ തിന്മ ചെയ്ത് കൂട്ടിയെങ്കിൽ തിന്മയുടെ ഒരു പരിഹാരം ചെയ്യാൻ ദൈവം നിനക്ക് 100 വഴികൾ തുറന്നു തരും. പക്ഷേ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ നീ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുറ്റബോധത്തിൽ നിന്ന് നീ പുറത്ത് കിടക്കണമെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കടന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കാൽവരി മലയിലെ യേശുവിൽ നമ്മൾ പോയി നോക്കണം. കാൽവരി മലയിലെ യേശുവിൽ നോക്കി കാൽവരി മലയുടെ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ കൃപയായി, ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതം മാറുന്നത്. എഫേസൂസ് 2:5 പറയുന്നു, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു. ആ കുരിശിലെ ഇടതുവശത്ത് കിടന്ന കള്ളൻ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. മരിക്കുന്നതിന് മുമ്പും ദുഷിച്ച സംസാരം നിർത്തുന്ന പരിപാടിയില്ല. ചില മനുഷ്യരുടെ അങ്ങനെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ദുഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ദുഷിച്ച സംസാരം കുറ്റബോധത്തിൽ നിന്ന് വരുന്നത്. മനസ്സിലാക്കിയാൽ മതി. ദുഷിച്ച സംസാരം കുറ്റബോധത്തിൽ നിന്ന് വരുന്നത്. ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ കർത്താവെ ഏറ്റെടുക്കണമേ, കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകവും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ജീവിതത്തിൽ മാറും. ചില ആളുകളൊക്കെ വിഷമത്തിൽ ഇങ്ങനെ ജീവിക്കും. പണ്ട് കാലങ്ങളൊക്കെ നേർന്നു 10 വയസ്സാകുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചോളാം, ഇല്ല ഇവർ ചെയ്തോളാം. കുഞ്ഞിനിപ്പോൾ 15 വയസ്സായി, അവിടെ പോകാനും പറ്റിയില്ല. ആകെ നീറുകയാണ്, പേടിയാണ്, കുറ്റബോധമാണ്. നന്മയുടെ വശമാണ്, പക്ഷേ അത് കുറ്റബോധമായി മാറി. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം. അതും വളരെ ഗൗരവ ചിന്തയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ചെറുപ്പ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു, അതിൻ്റെ ഓർമ്മകളുണ്ട്. എന്നിട്ട് 10-20 വർഷമായിട്ട് ഇപ്പോൾ അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഓർമ്മ വേട്ടയാടിക്കൊണ്ട് ഞാനത് ചെയ്തല്ലോ, ഞാനങ്ങനെ ചെയ്തല്ലോ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ബുദ്ധി പൂർണ്ണമായും നിന്നെ ബുദ്ധി വളരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നല്ലൊരു പക്വത എത്തുന്നതിന് മുമ്പ് നീ ചെയ്തു കൂട്ടിയിട്ടുള്ള തിന്മ ഓർമ്മിപ്പിക്കുന്നത് പൈശാചിക ശക്തിയാണ്. കർത്താവായ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്കുക. അവിടെ എന്താ കാണുന്നത്? തിരുരക്തം. എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന തിരുരക്തം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ ഇതാ തിരുരക്തമുണ്ട്. അവിടെ കുരിശിലൊരു മറുപടിയുണ്ട്. അതുകൊണ്ട് നിന്നെയും നീ ആരെ എന്തുപദ്രവിച്ചോ അവരെയും തിരുരക്തം കൊണ്ട് കഴുകണമേ എന്നൊരു 10 ദിവസം പ്രാർത്ഥിച്ചാൽ 11ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് നിന്നെ ആ വീട്ടിലെത്തിക്കും. ഇതൊരു സന്തോഷ സമാധാനം നിനക്ക് കിട്ടും, നല്ല ബന്ധങ്ങളായി മാറും, ജീവിതത്തിൽ വെളിച്ചം കിട്ടും. അതുകൊണ്ട് പഴയ കാലങ്ങളിൽ ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ തിന്മകൾ തന്നെയാണ്, നമുക്കതിനെ മറച്ചു വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ചിരിക്കാതെ ദൈവിക പദ്ധതിയിലേക്ക് വരിക. എന്ത് കാരണങ്ങളും ആയിക്കൊള്ളട്ടെ, ജോലിക്കിടെ സംഭവിച്ചിട്ടുള്ള ചില കൈപ്പിഴകളാകാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്ന ചില വീഴ്ചകളാകാം, അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാകാം. കുറ്റബോധം നിന്നെ ജീവിതത്തിൽ നശിപ്പിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനി സംഭവിക്കുകയും ചെയ്യും. ദൈവം നന്മയ്ക്കാക്കി മാറ്റും. കർത്താവിൻ്റെ വചനം പറയുന്നു, ലൂക്ക 5:32, യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. കർത്താവ് താൻ നിന്നെ ക്ഷണിക്കുന്നു. കുറ്റബോധത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. കുറ്റബോധത്തിൽ നിന്ന് സ്വർഗീയ സന്തോഷത്തിലേക്ക് കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. നീ രക്ഷിക്കപ്പെടുമ്പോൾ ഇതാ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ വചനം വീണ്ടും ഓർമ്മിക്കുക. ജോബ് 14-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. അങ്ങ് വിളിക്കും, ഞാൻ വിളി കേൾക്കും. അങ്ങയുടെ സൃഷ്ടിയെ അങ്ങ് കാത്തിരിക്കും. അപ്പോൾ എൻ്റെ കാലടികൾ അങ്ങ് എണ്ണും. എൻ്റെ പാപങ്ങളെ അങ്ങ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല. എൻ്റെ അതിക്രമങ്ങളെ സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും. എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും. പർവ്വതങ്ങൾ വീണ് തകരുകയും പാറകൾ ഇളകി മറിയുകയും ചെയ്യും. വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുക. എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിൻ്റെ ജീവിതത്തിന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു സ്ഥാനമുണ്ട്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നല്ല കള്ളൻ നമ്മെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിന് ദൈവത്തിരുസന്നിധിയിൽ ഒരു വിലയുണ്ട്, ഒരു സ്ഥാനമുണ്ട്. കുറ്റബോധത്തിൽ നീഴുമ്പോൾ പൈശാചികത്തിൽ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നീ പുറത്തു കടന്ന് വലിയ അഭിഷേകത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറുക, വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയായിട്ട് നീ മാറുക. എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, യോഹന്നാൻ 21:6, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അതൊരു വലിയ സത്യമാണ് പുറപ്പെടുന്നത്. വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകട്ടെ. കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കിടക്കട്ടെ. തിന്മയുടെ ശക്തി ഇന്നു മുതൽ നിന്നെ ആക്രമിക്കാതിരിക്കട്ടെ. ദൈവിക സ്നേഹം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഭരിക്കട്ടെ. നീയും നിൻ്റെ കുടുംബവും വലിയ രക്ഷയിലേക്ക് കടന്നു വരുന്നു. ഇതാ നിൻ്റെ മനസ്സിലേക്ക് ഒരു സമാധാനം പരിശുദ്ധാത്മാവ് നൽകുന്നു. ഇതാ നിൻ്റെ മനസ്സിലേക്ക് ഒരു ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് നൽകുന്നു. ഇതാ നിൻ്റെ കുടുംബത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വരുന്നു. ശക്തമായി പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ഈ വചനം കേട്ട് കഴിഞ്ഞ ഉടനെ
ഒരു 10 മിനിറ്റ് ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പ്രാർത്ഥിക്കുക. കുമ്പസാരിക്കാൻ തീരുമാനം എടുക്കുക. നാളെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ആദിമ ക്രൈസ്തവ സഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച കർത്താവ് ഇന്നും സഭയിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതം നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതാ നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.